വാഴ 2 എന്ന സിനിമേന്റെ കഴിഞ്ഞ 33 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും അതുപോലെ തന്നെ സിനിമേന്റെ 11 ദിവസത്തെ തെലുങ്ക് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യം കാണുന്നതിനാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ഹാഷിർ ആൻഡ് ഗ്യാങ് തകർത്ത് അഭിനയിച്ച സിനിമയാണ് വാഴ 2 എന്ന് പറഞ്ഞ സിനിമ. ബയോപിക് ഓഫ് മില്യൺ ബ്രോസ്. എന്തായാലും പടം ഈ വരുന്ന മെയ് മാസം 8-ാം തീയതി തന്നെയായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT പ്രീമിയർ ചെയ്യുകയാണ് പല ഭാഷകളിലായിട്ട്. എന്തായാലും തെലുങ്ക് റിലീസാണ് നിലവിൽ ഡബ്ബായിട്ട് പുറത്തിറങ്ങിയത്. തെലുങ്ക് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. തെലുങ്കിലെ സിനിമയ്ക്ക് 11 ദിവസം കൊണ്ട് ഗ്രോസ് കളക്ഷനായിട്ട് 5,73,00,000 നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നിലവിൽ നമ്മുടെ തെലുങ്ക് ബോക്സ് ഓഫീസിൽ നല്ല പെർഫോമൻസ് കളക്ഷനിൽ കാഴ്ചവെച്ച സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ കുറുപ്പ് എന്ന സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ മറികടന്നിട്ടുണ്ട് തെലുങ്ക് ബോക്സ് ഓഫീസിൽ. 5,25,00,000. നിലവിൽ വാഴ 2 അത് ക്രോസ് ആക്കിയിട്ടുണ്ട്. നിലവിൽ വാഴ 2-ന് 5,73,00,000. നിലവിലെ മാർക്കോ സിനിമേനെ കൂടിയും ഒന്ന് തകർക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. മാർക്കോൻ്റെ ഫൈനൽ കളക്ഷൻ 5,75,00,000. വാഴ 5,73,00,000 11 ദിവസം കൊണ്ട്. എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ആകുമ്പോഴേക്കും മാർക്കോൻ്റെ കളക്ഷൻ മറികടക്കുന്നതാണ് ഒഫീഷ്യലായിട്ട് വാഴ 2. നിലവിലെ ഷെയർ കളക്ഷനായിട്ട് സിനിമയ്ക്ക് 2,79,00,000. സിനിമേൻ്റെ തെലുങ്ക് റൈറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് 3,50,00,000 കാണാൻ സാധിക്കുന്നത്. റിക്കവറി സിനിമയ്ക്ക് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 79% അല്ലെങ്കിൽ 80% നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റിക്കവറി സിനിമയ്ക്ക് തെലുങ്കിൽ. എന്തായാലും സിനിമയ്ക്ക് തിങ്കളാഴ്ചയൊക്കെ ഓൾമോസ്റ്റ് 10,00,000 കളക്ഷനായിട്ട് തെലുങ്കിൽ നിന്ന് കാണാൻ സാധിച്ചത്. എല്ലാതും നല്ല പോസിറ്റീവ് തന്നെയാണ്. എന്തായാലും തെലുങ്ക് ബോക്സ് ഓഫീസിലും സിനിമ ഒരു ഹിറ്റ് അടിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമുക്ക്. സിനിമയുടെ ഫൈനൽ കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയ്ക്ക് 10 കോടി എന്തായാലും ഗ്രോസ് ആയിട്ട് നേടിക്കാൻ ചാൻസ് വളരെ കുറവ് തന്നെയാണ്. കാരണം ഈ വരുന്ന മെയ് 8-ാം തീയതി പടം പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് OTT റിലീസിനായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. അപ്പോൾ അതിനുള്ള സാധ്യതകൾ നല്ലപോലെ അടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പടത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക്. 33 ദിവസത്തെ 33-ാമത്തെ ദിവസം സിനിമ കേരളത്തിൽ 23,00,000 മുകളിലായിട്ടാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ ഗ്രോസ് ആയിട്ട്. നിലവിൽ കേരളത്തിൽ മാത്രം സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 129 കോടിയിലോട്ട് പോവുകയാണ്. എന്തായാലും ഫൈനലായിട്ട് ഒരു 130 കോടി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ റൗണ്ടായിട്ട് നമുക്ക് 130 കോടി മാത്രം കേരളത്തിൽ സിനിമ ഗ്രോസ് ആയിട്ട് നേടിയെന്ന് പറയാൻ സാധിക്കും. അതെന്തായാലും കാണാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം 8-ാം തീയതി അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ പ്രീമിയർ ഡേറ്റ് OTT റിലീസ്. എന്തായാലും നമ്മുടെ ലോക സിനിമേൻ്റെ നിർമ്മാതാവ് ചെയ്ത പോലെ, ദുൽഖർ സൽമാൻ ചെയ്ത പോലെ പടത്തിന് കുറച്ചും കൂടിയും ഒന്ന് ടൈം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും കേരളത്തിലെ സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഫൈനലായിട്ട് എങ്ങനെ പോകുകയാണെങ്കിലും ഒരു 150 സിനിമയ്ക്ക് വേണമെങ്കിൽ നല്ലപോലെ റണ്ണിങ് ചെയ്യുകയാണെങ്കിൽ ചാൻസ് കാണുന്നുണ്ട്. കാരണം ലോക സിനിമയൊക്കെ 60 ദിവസത്തിന് മുകളിലാണ് റണ്ണിങ് ചെയ്തത് കേരളത്തിലെ തിയേറ്ററുകളിൽ. പിന്നെ ആ സിനിമയ്ക്ക് മെയിനായിട്ട് തെലുങ്കിലൊക്കെ നല്ലപോലെ ഡബ് ചെയ്ത് നല്ല കളക്ഷൻ കാണുന്നുണ്ടായിരുന്നു. തെലുങ്ക് മാത്രമല്ല തമിഴ്, ഹിന്ദി അങ്ങനെ അതർ ലാംഗ്വേജസിൽ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ടായിരുന്നു. ഈവൻ വാഴ സിനിമ അങ്ങനെ തമിഴോ അല്ലെങ്കിൽ കന്നഡയോ ഹിന്ദിയോ റിലീസിനൊന്നും പോകുന്നില്ല. സിനിമ ആകെ തെലുങ്ക് റിലീസാണ് ആകെപ്പാടെ ചെയ്തത്. അതൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്തുക. എന്തായാലും പടം നിലവിൽ വേൾഡ് വൈഡ് 233 കോടിന് മുകളിലേക്കാണ് ഗ്രോസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് 33 ദിവസം കൊണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക വാഴ 2 സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട്. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.